സ്ലൈഡ് ചെയ്ത് തുറക്കുമ്പോൾ നല്ല ഗാർഡൻ വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. വാ, സൂപ്പർ. ഇവിടുത്തെ ഹയാത്തിലൊരു സ്കൈ ഡൈനിങ് ഉണ്ട് കേട്ടോ. വലിയ ക്രെയിനിൽ അവർ കാണിക്കുന്ന സ്കൈ ഡൈനിങ് ആണ്. എന്ത് രസമൊക്കെയല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് ഹയാത്ത് ബുക്ക് ചെയ്യുന്നുള്ളതാണ്. വണക്കം, ദിസ് ഇസ് ടാപ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ മഡ്ഗാവൺ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലെത്തി. സ്റ്റേ ചെയ്യുന്നത് ദ ഗ്രാൻഡ് ഹയാത്ത്, ബാംപോളിം ബീച്ചിൻ്റെ അടുത്തുള്ള ഗ്രാൻഡ് ഹയാത്തിലാണ്. അപ്പോൾ ഹയാത്തിൻ്റെ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതിനായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ടാപ്കം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഗംഭീര വണ്ടികൾ പറക്കിയിട്ടുണ്ട്. ലാംബോർഗിനി ഉറൂസ ഉണ്ട്, പിന്നെ റേഞ്ച് റോവർ ഉണ്ട്, സ്പോട്ട്, റേഞ്ച് റോവർ ഡിസ്കവറി, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ ബഗ്ഗിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റൂമും പ്രോപ്പർട്ടിയെ കാണിച്ചത്. ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുതരാം. എൻ്റെ ബാഗ് അവരിവിടെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് സ്കാൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. ബാഗ്സ് എല്ലാം ഇവിടെ നിന്ന് സ്കാൻ ചെയ്യും. നമ്മുടെ ലഗേജ് അവർ വല്ലാതെ തന്നെ മേടിച്ചൊരു സ്ലിപ്പ് തന്നു. അതല്ലാതെ ബാഗേജ് ഇവിടെ നിന്ന് സ്കാൻ ചെയ്താണ് തരുന്നത്. ബാഗ് യെസ്, സ്കാൻ ചെയ്ത് ബാഗ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മളിനി റിസപ്ഷനിൽ കയറിയിട്ട് ചെക്ക് ഇനൊക്കെ ചെയ്യണം. ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ്, ഒരു ആക്ച്വലത്തെ പ്രോപ്പർട്ടിയാണ്. അനുപ് പറയണ്ടേ 2 ദിവസം നിൽക്കായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ റിസപ്ഷനിൽ കയറി നമുക്ക് എന്തായാലും ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇത് അവരുടെ ഇത് ഹയാത്തിൻ്റെ റിസപ്ഷൻ ലോഞ്ചാണ്. എന്ത് രസമൊക്കെ, അടിപൊളിയാണ്. ഇതാ ഓടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേപ്പർ പോലെ ഒന്ന് തൂക്കിയിട്ടിട്ട് മേളിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ ലോഞ്ച്. അത് വന്നുടനെ ഇത് കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ പോകും കേട്ടോ. അപ്പം നമുക്കിനി ചെക്ക് ഇൻ പ്രോസസ്സ് ഉണ്ട്. ഇത് വേണ്ട റൂമിലോട്ടൊന്ന് പോകണം. അപ്പോൾ ഈ ഒരു ചെക്ക് ഇൻ ഏരിയ, ഇതൊരു റിസപ്ഷൻ ലോഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതല്ലാതെ വേറൊരു ചെക്ക് ഇൻ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മൾ വേറൊരു ചെക്ക് ഇൻ ഏരിയയിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഷി വിൽ ലീഡ് ടു അതർ ചെക്ക് ഇൻ ഏരിയ. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറാം. എൻ്റെ അമ്മേ, കിടിലല്ലേ. വാവ്, കൊട്ടാരത്തിലൊക്കെ നിൽക്കുന്നൊരു ഫീല് നമുക്ക്. വാവ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതിങ്ങനെ വെള്ളമാണ്, മേലെ തോക്കൊക്കെ നോക്കി അടിപൊളി. അപ്പോൾ ഇത് അവരുടെ വേറൊരു ചെക്ക് ഇൻ ലോഞ്ച് ഏരിയ ആണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ റിസപ്ഷനൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്ര രസമാണ്, ലക്ഷറി ടു ദ പീക്ക് എന്നൊക്കെ പറയില്ല. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് ബീച്ചാണ്. അതാ ഇവിടെയും ഒരു വാട്ടർ ബോഡി ഉണ്ട്. നമുക്ക് നല്ല കാറ്റാട്ടോ അല്ലേ, നല്ല കാറ്റുണ്ടല്ലേ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു റിസോർട്ടാണ് ഈ ഗ്രാൻഡ് ഹയാത്ത് ഗോവ. ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നത് നല്ല നാടൻ കരിക്കാണ്. അതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഹയാത്ത് ഗോവ. പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അതൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഹയാത്തിൻ്റെ അവിടെ ഒരു ജസ്റ്റ് അവരുടെ ഒരു ആക്ടിവിറ്റിയൊക്കെ ഉള്ള കാർഡാണ്. ഒരു ഡൈനിങ് റൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, ചുൽഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, വരാന്തയുണ്ട്, ടീ റൂം അറ്റ് കഫറ്റേറിയ ഉണ്ട്, പൂൾ ബാർ ആൻഡ് ഗ്രില്ലുണ്ട്, കാപ്പിസ് ബാർ ഉണ്ട്, ഷമാന സ്പാ ഉണ്ട്. അത് ആക്ച്വലി പൂളൊക്കെയാണ്. പിന്നെ ക്യാമ്പ് ഹയാത്ത് കിഡ്സ് ക്ലബ്ബുണ്ട്, ഗാലറി ഉണ്ട്. പിന്നെ അതേപോലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു അവരുടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്തൊക്കെ ടൈപ്പ് കുസീൻസ് ഉണ്ട്, നൈറ്റ് ലൈഫ്, ഷോപ്പിംഗ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഫുഡ് ആൻഡ് കൾച്ചർ ഏതൊക്കെ പോവാം. അതായത് ഇവിടുത്തെ ഒരു ഗോവയിലെ മെയിൻ കുറച്ച് സ്പോട്ട്സൊക്കെയാണ്, റെസ്റ്റോറൻറ്റ്സും സ്പോട്ട്സൊക്കെയാണ് അവരിതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്, അതായത് ക്യാമ്പ്, ഇവിടുത്തെ ഹയാത്തിൽ ക്യാമ്പ്, പിന്നെ കാസിനോ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ് അവർ തന്നേക്കുന്നത് കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് ഈ ഒരു സെയിലിങ്ങിന് പോകണമെങ്കിൽ ഒരു കോൺടാക്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ വിളിച്ചാൽ നമുക്ക് സെയിലിങ്ങോ സർഫിങ്ങോ കയാക്കിങ്ങിനോ ഒക്കെ പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ റൂം ഇപ്പോൾ ആവും. നമ്മൾ റൂമിലോട്ട് പോയിട്ട് റൂമിൻ്റെ വിശേഷങ്ങളൂടെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. റൂം 6206 ആണ്. അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് പോകണം. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ റൂമിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതൊരു ഗാലറിയാണ്. ഗാലറിയിൽ നമുക്കൊരു കൂപ്പൺ തന്നു 30% ഡിസ്കൗണ്ടിൻ്റെ. ഇത് അവരുടെ ഒരു ഗാലറിയാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഇൻഡോർ ഗെയിംസും ഇവിടെ ഉണ്ട്. എന്ത് രസമല്ലേ, ഫുൾ തണൽ അല്ലേ. ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ട്
സ്വിമ്മിംഗ് പൂള് കാണിച്ചു കേട്ടോ. അത് സ്വിമ്മിംഗ് പൂള് കണ്ടില്ല എന്ന് പരാതി. അപ്പോൾ അത് സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്തായാലും നമ്മൾ റൂമിനകത്ത് പോയി റൂമിൽ ആ ഒരു വലിയ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നടന്ന് റിസപ്ഷനിലൊക്കെ എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ഇത് 6 എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ 6206 എന്ന് പറഞ്ഞ റൂമാണ് നമ്മളുടെ റൂം. അപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ട് പോയി റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തുള്ള റൂം. ഇത് നമ്മുടെ ബെഡ് ഏരിയ. നോക്കി അടിപൊളി ഒരു ബെഡും ഇവിടെ ഒരു ടേബിളും അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ഇതാ വരുമ്പോൾ ഒരു അടിപൊളി ബാൽക്കണിയാണ്. നോക്കി നല്ല ലക്ഷറീസ് ഒരു ബാൽക്കണി. സ്ലൈഡ് ചെയ്ത് തുറക്കുമ്പോൾ നല്ല ഗാർഡൻ വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. വാ സൂപ്പർ. ഫുൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര ഗ്രീനറി ആട്ടോ. അത് അവിടെ നിന്നാലും ഇവിടെ നിന്നാലും നമുക്ക് അവിടുത്തെ പൂളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഇത് സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ട്, കാണാം. ഇവിടെ നിന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം, ബെഡ്റൂം. ഇത്ര രസം നോക്കി അടിപൊളി കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം വരുന്നത്. ഇവിടെ ഒരു ടബുണ്ട്. അടിപൊളി അല്ലേ? ഇതൊരു ബാത്ത് ഏരിയ ആണ് കേട്ടോ. ഇതൊരു ബാത്ത് ഏരിയ ആണ്. നമ്മളപ്പോൾ ഇവിടെ ഒരു ടബും ഉണ്ട്. അടിപൊളി റൂമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂമാണ്. ദിസ് ഈസ് റിയലി ഗുഡ്. ഇത് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് അടയ്ക്കാവുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഇതാണ്. ഇത് കണ്ടാൽ നോക്കിയേ എന്തോ ഒരു ഭയങ്കര സംഭവമാണുണ്ട്. പക്ഷേ ഇത് നമ്മൾ തുറന്ന് കാണുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ്. നമുക്ക് കണ്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഫാമിലി ഡൈനിങ് അല്ലേ. ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൽ ഫാമിലി ഡൈനിങ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് അന്വേഷിച്ചതാണ് നമ്മൾ ഫാമിലി ഡൈനിങ്ങിന് പോവാണ്. അപ്പോൾ അതിന് ഈ പ്രോപ്പർട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വന്ന ഉടനെ സ്വിമ്മിംഗ് പൂളാണ് അന്വേഷിക്കുന്നത്. കുറേ നേരം നമ്മുടെ റൂമിനകത്തുള്ള ബാത്തബിൽ കിടന്ന് കളിയും ബഹളമായിരുന്നു അല്ല അതും. അപ്പോൾ നമ്മൾ ഫാമിലി ഡൈനിങ് എന്ന റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ഇവിടെ ബഗ്ഗി അവൈലബിൾ ആണ് കേട്ടോ. ബഗ്ഗി പറഞ്ഞാൽ ഒരു ബഗ്ഗിൽ കൊണ്ടാക്കി തരും. കാരണം ഇത് വലിയ ഓൺ സ്റ്റേറ്റുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ലോഞ്ച് ഏരിയ ആണ്. നമുക്കിവിടെ ഒരു കേക്ക് പറയാം. ഇവിടെ ഒരു കഫറ്റേറിയ ഉണ്ട്, ടീ റൂം അറ്റ് കഫറ്റേറിയ. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട്, ഹയാത്ത് ഡൈനിങ് ക്ലബ്. ഇതാണ് നമ്മുടെ ഉള്ള ഡൈനിങ് ക്ലബ്ബ് കേട്ടോ. ഇത് അവരുടെ റിസപ്ഷൻ ലോഞ്ച് ഏരിയ ആണ്. ഇത് വേറെ ലോഞ്ച് ഏരിയ ആണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ലഞ്ച് കഴിക്കാം. ഇത് അവരുടെ ഒരു കഫറ്റേറിയ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ നോക്കി നല്ല വുഡ് വർക്കാണ് കേട്ടോ. വുഡിനകത്ത് വെള്ളം നിർത്തിയിട്ടാണെന്ന് തോന്നുന്നു. വുഡിനകത്താണ്. വുഡിനകത്ത് ആ പൂവൊക്കെ ഇട്ടിട്ട് എന്ത് രസം നോക്കിയാൽ. ഇത് കഫറ്റേറിയ ആണ്. നമുക്ക് പോകേണ്ടത് ഫാമിലി ഡൈനിങ് റൂം. ഇതാണ് ദ ടീ റൂം അറ്റ് കഫറ്റേറിയ. ഇതാണ് അവരുടെ കഫറ്റേറിയ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരു ഫാമിലി ഡൈനിങ് റൂമാണ്. ഇത് അവിടെയാണ് ദ ഡൈനിങ് റൂം. ഫാമിലി ഡൈനിങ് റൂം അല്ല, ദ ഡൈനിങ് റൂം. അവിടെയാണ് നമ്മളിന്നിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഇവിടുത്തെ ഹയാത്തിലോ ഡൈനിങ് ക്ലബ് മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഗോവയിൽ വന്നെത്തിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡൈനിങ് റൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒരു ബുഫറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് 2100 പെർ ഹെഡ് ആവും. പിന്നെ എനിക്ക് ഡൈനിങ് ക്ലബിന് മെമ്പർഷിപ്പ് വേണം, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഇവിടെ മെക്സിക്കൻ ക്യുസീഡുവ വലിയൊരു ബുഫറ്റാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പപ്പഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ചെഫ് സ്പെഷ്യൽ ലാൽ മാസ് കേരള മച്ചി കറി, ഗാർലിക് പ്രോൺ വിത്ത് സോസ് മഷ്റൂം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ പിസ്സ ഉണ്ട്, ന്യൂഡിലുണ്ട്. ഇവിടെ അറബിക് ലെൻറ്റിൽ സൂപ്പുണ്ട്, കോൺ ആൻഡ് പൊട്ടറ്റോ ചൗഡർ, സ്മോക്ക് ബൈക്കൺ. പിന്നെ ഇവിടെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. അതോടൊപ്പം ഇവിടെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്ക് സോസേജസ് ഉണ്ട്. പിന്നെ പൊട്ടറ്റോ സ്ലൈസ്ഡ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ലൈവ് ഗ്രിൽ ചെയ്ത് തരും. അതോടൊപ്പം നമുക്കിവിടെ കുറച്ച് ജ്യൂസസും ഉണ്ട്, ഐസ്ക്രീംസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വലിയൊരു മെനു ആണ് കേട്ടോ. വലിയൊരു ബഫറ്റാണ്. അപ്പോൾ നല്ലൊരു ലഞ്ച് നമുക്ക് ഹയാത്തിൻ്റെ ഈ ഒരു ഡൈനിങ് റൂം എന്ന റെസ്റ്റോറൻറ്റിൽ കഴിക്കാം. ഇവിടെയുള്ളത് ലാംബ് കോഫ്തയുണ്ട്, ചിക്കൻ ഷിഷ് താബൂക്ക് ഉണ്ട്, ലെമൺ ആൻഡ് ഡിൽ പ്രോൺസ് ഉണ്ട്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് റൂമിൽ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊന്ന് റെഡിയായി. ഇന്ന് ആക്ച്വലി അതുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ
ഇവിടുത്തെ ഒരു കഫറ്റേറിയ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാനായിട്ട് പോകണം അല്ലേ? അത് നമ്മൾ എവിടെ പോവാണ്? കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കഫറ്റേറിയയിൽ പോയി നമുക്ക് അതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് അബ്ദു അല്ലേ? ഇത് ഹയാത്തിൻ്റെ ഒരു കഫറ്റേറിയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇരുന്ന് അബ്ദുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. ഇതാ ഈ ഒരു ലാമ്പൊക്കെ വെച്ച് ഇതാ ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. നല്ല അടിപൊളി ഒരു കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ പുള്ളി പറഞ്ഞു അബ്ദുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർ വലിയൊരു കേക്ക് കൊണ്ടുവരാന്ന്, പ്ലസ് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുത്തു. അതും ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇവിടെ തന്ന ഗിഫ്റ്റ് വാ സൂപ്പർ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം. അപ്പുറത്ത് ബീച്ചൊക്കെയാണ്, ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അതല്ലാതെ ഞാൻ റിസോർട്ടൊക്കെ ഇനി ബാക്കി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഹയാത്തിൻ്റെ ഒരു ബീച്ച് സൈഡ് ഏരിയ ആണ്, ഒരു ലോണാണ്. നല്ല രസമാണ് ഇവിടെ. നമുക്ക് ഇങ്ങനെ നമ്മൾ ബാംബോളിം ബീച്ച് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടോ. വൈകിട്ടൊരു സൺസെറ്റ് ടൈമാണ്. ഈ ഒരു സ്ഥലം ഭയങ്കര രസമുള്ള വൈബാണ് കേട്ടോ. ആ കടലിലെ ശബ്ദം, പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരുപാട് ബെഞ്ചസും പിന്നെ ഹാമൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള റൂമുകൾക്കൊക്കെ നമുക്ക് ആ ബീച്ച് കാണാനുള്ളൊരു വ്യൂ ആണ്, ബീച്ച് വ്യൂ ആണ്. പിന്നെ അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ബോൾഗട്ടിയിലൊക്കെ പോയൊരു ഓർമ്മയാണ്. പക്ഷേ എന്നാലും ഈ ഒരു സ്ഥലം അടിപൊളിയായിട്ടാവുന്ന ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ബീച്ചൊക്കെ കണ്ട് ആസ്വദിക്കാം. നമുക്ക് ഇവിടെ നിന്ന് ആ ബീച്ച് കാണുന്നുണ്ട്. ഒരുപാട് പേരവിടെ ബീച്ചിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് അപ്പുറത്ത് ബാംബോളിം ബീച്ചിൽ. അപ്പോൾ ഇതാണ് ഗോവയിലെ ബാംബോളിം ബീച്ച്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഭാഗമാണ്. നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രാൻഡ് ഹയാത്ത് പ്രോപ്പർട്ടിയും ഈ ഒരു സീ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. വൈകിട്ട് നല്ല രസമാണ് കേട്ടോ വൈകിട്ട് ഇതുവഴി നടക്കാൻ. ആക്ച്വലി പ്രോപ്പർട്ടി ഇറ്റ്സ് റിയലി വർക്ക് ഫോർ മണി ആൻഡ് ഒരു രക്ഷയില്ലാത്ത പ്രോപ്പർട്ടിയാണ്. കാര്യം ഒരു വലിയ പ്രോപ്പർട്ടിയാണ്, ഒരുപാട് കാണാനുണ്ട്, എന്താ പറയുക, ഒരുപാട് ആസ്വദിക്കാനുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കുഞ്ഞുങ്ങൾക്കായാലും ഓടിക്കളിക്കാനൊക്കെ വലിയ ഗ്രാസ് ഏരിയ ആണ് അല്ലേ? അത്രയ്ക്ക് ഏരിയ ആണ്. ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആട്ടോ വൈകിട്ട് ഇതുവഴി നടക്കാനായിട്ട്. ഒന്ന് നല്ല കാം ആൻഡ് ക്വയറ്റാണ്, തണലാണ്, വെയിലൊന്നുമില്ല. ആ പ്രോപ്പർട്ടിയൊക്കെ നല്ല രസമുണ്ട്. അതേപോലെ ഇതൊരു സൺസെറ്റ് ടൈമായി. പിന്നെ ഒറ്റ കാര്യമാണ്, കുറച്ച് കൊതുകുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അവരിവിടെ ഇടയ്ക്കിടയ്ക്ക് പുകയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ കുറേ പൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിനി വരുന്ന കാണിച്ചു തരാം കേട്ടോ, വരികെ കാണിച്ചു തരാം. ഈ കാണുന്ന പച്ച ഒരു കൂടാനുമുള്ള ഒരു ചാപ്പലാണ് കേട്ടോ, ഫുൾ ഗ്രീനറി ഉള്ളൊരു ചാപ്പൽ. അടിപൊളി കേട്ടോ, നല്ല കോൺസെപ്റ്റാണ്. പിന്നെ പ്രോപ്പർട്ടിയുടെ ആ ഒരു ഭംഗി നോക്കിയാൽ ഇതൊരു ചാപ്പലാണ്. പിന്നെ ഇവിടെ എല്ലാം ബഗ്ഗീസ് അവൈലബിൾ ആണ്. നോർമലി അവർ പറയുന്നത് ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈമിൽ ബഗ്ഗി യൂസ് ചെയ്യണമെന്നാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാനൊക്കെ ആയിട്ട് ബഗ്ഗി യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഇവിടെ ബോർഡുണ്ട്, അവർ 17th century ചാപ്പൽ. 17th century ഒരു ചാപ്പലാണ്. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ഈ പ്രോപ്പർട്ടിയൊക്കെ ഇപ്പോൾ കാണാൻ നല്ല രസമാണ്. അവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് തുടങ്ങി വൈകുന്നേരങ്ങളിൽ. കൊള്ളാം അല്ലേ? ഇവിടുത്തെ ഹയാത്തിലൊരു സ്കൈ ഡൈനിങ് ഉണ്ട് കേട്ടോ, വലിയ ക്രെയിനിൽ അവർ ആ കാണിക്കുന്ന സ്കൈ ഡൈനിങ് ആണ്. എന്ത് രസം നോക്കിയാൽ ആ ഒരു സൺസെറ്റ് ടൈമിൽ സ്കൈയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇതാണ് സ്കൈ ഡൈനിങ്. നമ്മൾ സിംഗപ്പൂരിൽ കണ്ടിട്ടുണ്ട് സ്കൈ ഡൈനിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂടാരത്തിനകത്തൂടെ ഇതുവഴി നമുക്ക് ജസ്റ്റ് ബീച്ച് ആക്സസ് ചെയ്യാം. ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിയാൽ ബീച്ച് ആക്സസ് ചെയ്യാം. നല്ല രസമാണ്. പക്ഷേ ബീച്ചിനകത്ത് കയറി നിൽക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയ കടലായി. അവിടേക്കാണെങ്കിൽ നമുക്ക് സ്ഥലമുണ്ട്, അത് ബാംബോളിം ബീച്ചിൻ്റെ ഭാഗമാണ്. നോക്കിയാൽ വൈകിട്ടുള്ള ഈവനിങ് വൈബാണ്. എന്ത് രസമാണ് നമ്മുടെ ബാംബോളിം ബീച്ച്. അല്ലേ? അപ്പോൾ നമുക്കിനി കിഡ്സ് പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ കിഡ്സ് പാർക്കിലായിട്ട് കൊണ്ടുപോകാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകാം. അത് കിഡ്സ് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അതോടെ ഹാമക്കിൽ കയറി കിടക്കുന്നു. അവിടെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം മിക്ക റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ആക്റ്റീവായി. കാര്യം വൈകിട്ട് നല്ല വൈബാണ്. അത്യാവശ്യം ഒരുപാട് ഗസ്റ്റും ഉണ്ട്. അതും ഇവിടെ ഹാമക്കി കിടക്കുന്നോ? ബർത്ത്ഡേ പോയി ഹാമക്കി കിടന്ന് ആടുന്ന് നോക്ക്. ബർത്ത്ഡേ ബോയ്. അതായത് കിഡ്സിൻ്റെ ഒരു ഔട്ട്ഡോർ പാർക്കാണ് കേട്ടോ. ഔട്ട്ഡോർ പാർക്കാണ്. അതും അവിടെ കളിക്കുന്നുണ്ട്. ഒരു വലിയ ഏരിയ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള സ്ഥലത്താണ് ഒരു കിഡ്സിന് വേണ്ടിയിട്ട് പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല എന്തൊരു ഇവൻറ്റ് നടക്കുന്നത്. അത് ലെനോവോയുടെ ഒരു കോർപ്പറേറ്റ് ഇവൻ്റാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ
എന്നിട്ട് ജസ്റ്റ് ഈ പ്രോപ്പർട്ടി ഒന്ന് ടൂർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രി ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ പോയി. നല്ല ഡിന്നറായിരുന്നു കേട്ടോ, നല്ല ബഫറ്റ് ഡിന്നറായിരുന്നു. അത്യാവശ്യം നല്ല ഡിഷസും ആയിരുന്നു കേട്ടോ. പിന്നെ ഹയാത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള വിശേഷം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ പ്രോപ്പർട്ടി ഒന്ന് ടൂർ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് 6 എന്ന് പറഞ്ഞപ്പോഴും കുറേ ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് പറയുന്നത്. ഗസ്റ്റ് ഹൗസ് 1 2 3 4 5 6 ഗസ്റ്റ് ഹൗസ് 6ലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല കിളികളുടെയൊക്കെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂമിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഇവിടെ സ്പായും ഉണ്ട്, കസിനോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് സ്പാ ഇവിടെയൊന്ന് കടന്നു തരാം. നമ്മളിങ്ങനെ നടന്നു വന്നിട്ട് എന്താ ഇവിടെ ഒരു സ്പായുണ്ട്, ഒരു കസിനോ ഉണ്ട്. കസിനോ 24/7 എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല എൻട്രി ഇപ്പം ഉണ്ടോയെന്നും എനിക്കറിയില്ല. എന്താ ഈ കാണുന്നത്, ഈ ലെഫ്റ്റിൽ കാണുന്നത് സ്പായാണ്. സ്പാക്കും ഇൻഡോർ പൂളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. എന്താ ഇത്, അപ്പോൾ ഇതാണ് സ്പാ. രാവിലെ 9 to നൈറ്റ് 9 PM വരെ ഉണ്ട്. ഈ സ്പായ്ക്ക് ഓപ്പോസിറ്റിനാണ് സ്ട്രൈക്ക് കാസിനോ ഉള്ളത്. ഇതവരുടെ ഒരു കാസിനോ ആണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുടെ ഒന്ന് പോയി കാണാൻ എന്തൊക്കെയുള്ളതെന്ന്. നല്ല രസമാണ് കേട്ടോ പ്രോപ്പർട്ടി കാണാൻ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെ നടക്കുമ്പോൾ ഒത്തിരി മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലാണ്. അപ്പം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ദൂരെയൊക്കെ നടന്നപ്പോൾ നല്ല തണലായിരുന്നു. കാര്യം ഇത്രയും മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അക്വാ സെയിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് സെയിലിംഗ് നടത്തണമെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ആൾക്കാർ നമുക്ക് സീലൊരു സെയിലിങ്ങിന് കൊണ്ടുപോകും. നമുക്ക് അതിനൊക്കെ ഇവിടെ നിന്ന് പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗലേറിയ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാമെന്നുണ്ട്. ഡ്രസ്സ്, സോവനിയേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഗലേറിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതെല്ലാം റൂമുകളാണ് കേട്ടോ. ഓരോ ഗസ്റ്റ് ഹൗസാണ്. 1 2 3 4 5 6 അങ്ങനെ പറഞ്ഞ ഓരോരോ ഗസ്റ്റ് ഹൗസുകളാണ്. ഇതാണ് ഗലേറിയ. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഉണ്ട്. സോവനിയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമുക്കിവിടെ പോകാവുന്നതാണ്. അതോടൊപ്പം ഗലേറിക്കകത്തുള്ളത് ഇതാണോ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ജോൺസ് കൊട, ആര്യ, സ്പീഡോ, മോറിയോ ഗാലറി, ജുവൽസ് ഓഫ് ഇന്ത്യ, മാക്വി ഷെയ്ഡ്സ് മേടിക്കാൻ. പിന്നെ അതോടൊപ്പം ഗലേറിയോടൊപ്പം ഒരു ഇൻഡോർ ഒരു ഗെയിം ഏരിയ ഉണ്ട്. അവിടെ ഒരു ഗെയിം ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കണ്ട് ഗലേറിയാണിത്. അപ്പോൾ അവിടെ ഇതാണ് അവരുടെ മെയിൻ ബിൽഡിംഗ് കേട്ടോ. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്സും റിസപ്ഷനും ലോഞ്ചൊക്കെ വരുന്നത്. നമ്മളിവിടെ നിന്നായിരുന്നു ഇന്നലെ ഭക്ഷണം കഴിച്ചത്. ലഞ്ചും ഡിന്നറും ഒക്കെ കഴിച്ച് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പൂള്, പിന്നെ ഇന്നലത്തെ നമ്മളെ ലോൺ ഏരിയയുടെ ആ സ്ഥലങ്ങളോട്ടൊക്കെ ഒന്ന് പോകാം. രാവിലേക്ക് ഭയങ്കര രസമാണ്. ആ ഒരു ഗോൾഡൻ ഷവറിലും ഇന്നലെ ഈവനിങ്ങും ഭയങ്കര രസമായിരുന്നു. കണ്ടില്ലേ, നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇതുവഴി നടക്കുമ്പോൾ. നല്ല ഗ്രീനറിയാണ്. അതോടൊപ്പം ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. അത് നമുക്കൊന്ന് സ്വിമ്മിങ് പൂള് കാണാം. അതായത് ഒരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ. അത് വലിയൊരു സ്വിമ്മിങ് പൂളാണ്, ഒരു വലിയ കണക്റ്റഡ് സ്വിമ്മിങ് പൂളാണ്. ഇവിടെ കുറച്ച് സെഷൻസിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്തൊക്കെ സെഷൻ ഉണ്ടെന്ന്. ഇന്നിപ്പം തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു. എസ്റ്റേഴ്സ്ഡേ രാവിലെ ഹൈക്കിംഗ് ടു ദ ബേ ഉണ്ട്, യോഗ സെഷൻ ഉണ്ട്, ഏരിയൽ യോഗയുണ്ട്, മിൻ ടു വിൻ, ട്രഷർ ഹണ്ട്, ടെക്സ്ചർ പെയിൻറ്റിങ്, അക്വാ ട്രഷർ ഹണ്ട്, കൈറ്റ് മേക്കിംഗ് ക്ലാസ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ക്ലാസ് ഉണ്ട്. അതായത് ഇവിടെ പൂളിന് വേണ്ടിയുള്ള ടവൽസൊക്കെ ഇവിടെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു പൂളാണ് കേട്ടോ. ഇതൊരു വലിയൊരു ഇൻ്റർ കണക്റ്റഡ് വലിയൊരു പൂളാണ്. നോക്കി എന്ത് വലിപ്പമുള്ള പൂളാണ്. പൂളിപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്, ഫുൾ ടൈം ആയിട്ടില്ല. നമുക്ക് നല്ല വലിയൊരു പൂളാണ് കേട്ടോ. അതോടൊപ്പം അവിടെ ഒരു പൂളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് രസമല്ലേ നമുക്ക്. ഇതൊരു പൂളാണ്. അതോടൊപ്പം ഇതൊരു പൂളാണ് കണ്ടോ. ഇതൊരു പൂളാണ്. ഒരുപാട് പൂളുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ. ഒരുപാട് പേരൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് വലിയൊരു പൂളാണ്. ഒരു പൂൾ ബാറുണ്ട് അവിടെ കാണുന്ന ഒരു പൂൾ ബാറാണ്. അത് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇന്നലെയൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ഈ പൂളിലുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാര്യം എത്ര നല്ല പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഗ്രാൻഡ് ഹയാത്ത് ഗോവ ബാംപോളിംഗ് ബീച്ചിൽ ഉള്ളത്. അപ്പോൾ ആ പൂള് കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പൂളുണ്ട് കണ്ടോ നോക്കിയേ. അപ്പോൾ ഇവിടെ ഒരു പൂളുണ്ട്.
ഇവിടെ ഒരു സെക്ഷനുണ്ട്, അപ്പുറത്തെ സെക്ഷൻ. അപ്പോൾ 3 സെക്ഷനിലായിട്ടാണ് ഇവിടെ പൂളുള്ളത്. പിന്നെ ഇതൊരു ബാറാണ്. വൈകിട്ടൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ പുറത്ത് അവരിങ്ങനെ മിസ്റ്റ് പോലെ സ്പ്രിങ്കിൾ ചെയ്ത് വാട്ടർ ഇങ്ങനെ വിടും, ആ ഒരു ചൂടറിയായിരിക്കും. അതേപോലെ ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പൂൾ ബാറാണ്. ഇന്നലെ രാത്രി ലൈറ്റൊക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടേക്ക് കാണാനായിട്ട്. ഈ പൂള് കൊള്ളാമല്ല, എനിക്കൊന്ന് കണ്ടിട്ട് വലിയ ഹൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. പൂള് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദുവിനെയും കൊണ്ട് ഈ പൂളിലോട്ടൊന്ന് വരണം. അദ്ദു പൂള് കണ്ടാൽ വിടില്ല, അങ്ങനത്തെ ഒരാളാണ്. ഇത് പൂൾ ബാറാണ്. അപ്പോൾ ഇവിടെ 2 ബാറുണ്ട്. ഇതൊരു ബാറാണ്, പൂൾ ബാർ. പിന്നെ അവിടെ ഒരു ബാറുണ്ട്. പിന്നെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പോയ ഡൈനിങ് റൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. കണ്ടോ എന്ത് രസമല്ലേ, ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ അവർ ചെയ്തേക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ചെടികളൊക്കെ ഒരുപാട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാവ്, സൂപ്പർ അല്ലേ. ഇതാണ് ആ പൂൾ ബാർ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാം. പിന്നെ പ്രോപ്പർട്ടി കണ്ടോ എന്ത് രസം നോക്കിയേ, അടിപൊളിയല്ലേ. ഇതാണ് ഗ്രാൻഡ് ഹയാത്ത് ഗോവ. രാവിലെയൊക്കെ ഒരു വാക്കിന് പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കാരണം അത്രയും വലിയ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 2 കിലോമീറ്റേഴ്സൊക്കെ നടക്കുന്ന ഒരു ഫീൽ കിട്ടും. അത്രയ്ക്ക് കാണാനും ഉണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയത് ആ ഒരു ഇവിടെ നിന്ന് ബീച്ചിൽ ആക്സസ് ഇറങ്ങുന്ന സ്ഥലമൊക്കെ കണ്ടു. പിന്നെ അങ്ങോട്ട് പോയി അവിടെ കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലെനോവിടെ ഒരു പാർട്ടി കിടന്നത് അങ്ങോട്ടാണ്. നമുക്ക് ഇന്ന് രാവിലെ എന്തായാലും ഇങ്ങോട്ട് നടന്ന് പോയി കണ്ടു നോക്കാം എന്താ ഉള്ളത്. ഇവിടെ കടലാണ് കേട്ടോ. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ മറ്റേ 17th സെഞ്ച്വറി ചാപ്പലാണിത്. ഇതാ കണ്ടോ ചാപ്പൽ. നമുക്ക് ഫുൾ ചെടി വെച്ചിട്ടുള്ളൊരു ചാപ്പലാണ്. നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം. ഭയങ്കര തണലുമുണ്ട്, നല്ല പച്ചപ്പാണ്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഒരു വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഭയങ്കര ഭംഗി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കടലാണ്. നോക്കിയേ, പിന്നെ അപ്പുറത്തെ ഒരു കര ഏരിയയും കാണാം. അവിടെ ഒരു ക്രെയിൻ ഉണ്ട്, ആ ക്രെയിനിലാണ് അവർ സ്കൈ ഡൈനിങ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നോക്കി ഒരു ബെഞ്ചും ചെറിയൊരു ടേബിളും ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കടലിൻ്റെ ആ ഒരു ശബ്ദവും കടലിൻ്റെ തീരുമാനമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാവുന്നതാണ് കേട്ടോ. മെയിൻ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു ക്യാമ്പ് ഹയാത്ത് ഉണ്ട്. ക്യാമ്പ് ഹയാത്ത് എന്ന് പറഞ്ഞാൽ കിഡ്സിന് വേണ്ടിയിട്ട്, കിഡ്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് പെയ്ഡാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതാണ് ക്യാമ്പ് ഹയാത്ത്. നമ്മൾ മെയിൻ ബിൽഡിങ്ങിൽ തന്നെ ഇവിടെ കഫറ്റേറിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഇവിടെ തന്നെയാണ്. അതായത് അവരുടെ ഒരു കഫറ്റേറിയാണ്. ഇന്നലെ ഇവിടെ നിന്നാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത്. പിന്നെ അവിടെ ഡൈനിങ് റൂം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇത് ഭയങ്കര രസമല്ലേ. ഇത് ആക്ച്വലി തടിയുടെ നടുക്ക് വെള്ളം ഇട്ടിട്ട് ആ വെള്ളത്തിനകത്ത് അവർ ഈ ജമന്തിപ്പൂ ഇട്ടേക്കാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഈ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ആയിട്ട്. ഓക്കെ, അതുള്ളപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ കണ്ടോ. നമ്മുടെ റിസപ്ഷൻ ലോഞ്ചിൻ്റെ താഴെ തന്നെയാണ്. ഓക്കെ, അടിപൊളിയല്ലേ. ഇത് നമ്മുടെ റിസപ്ഷൻ ലോഞ്ചിൻ്റെ അവിടെ തന്നെയാണ്. മേളിൽ കാണുന്ന റിസപ്ഷൻ ലോഞ്ച് കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ആ ഒരു താഴത്തെ കഫറ്റേറിയ കഴിഞ്ഞ് വരുന്നത് ഇത് ഡൈനിങ് റൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് ഇന്നലെ നമ്മൾ ലഞ്ച് ഡിന്നറൊക്കെ കഴിച്ചത്. എനിക്കൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെ ആയിരിക്കണം. നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ. പിന്നെ കഫറ്റേറിയ ഇവിടുന്ന് റൈറ്റിലോട്ട് പോയ ക്യാപ്പീസ് ബാർ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ബാർ, മറ്റേ പുറത്തിങ്ങനെ വെള്ളമൊക്കെ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ക്യാപ്പീസ് ബാർ എന്നാണ് എൻ്റെ പേര്. ആ പൂളിൻ്റെ അടുത്തുള്ളത് പൂൾ ബാറുമാണ്. പിന്നെ ഇത് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ കുറച്ച് ഫോട്ടോസാണ് അവരിവിടെ കാണിച്ചേക്കുന്നത്. എന്താണ് ആ പ്രോപ്പർട്ടി, കൊള്ളാമല്ല, എന്ത് രസം നോക്കിയാൽ. അപ്പോൾ നമുക്കിനി റൂമിൽ പോയി ഹദ്ദുവിനെയും അനുവിനെയും വിളിച്ചിട്ട് നമുക്ക് പൂളിൽ ചാടാം. അപ്പോൾ അത് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി പൂളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് ഹയാത്ത് ബുക്ക് ചെയ്യുന്നുള്ളതാണ്. നമ്മളെങ്ങനെയാണ് ഹയാത്തിൽ എത്തിപ്പെട്ടെന്നുള്ളതാണ്. ഹയാത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ ഹയാത്തിൽ ഡൈനിങ് ക്ലബ്ബ്, അതായത് ഹയാത്തിൻ്റെ ഡൈനിങ് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ 19,000 സംതിങ്ങിനാണ് ഹയാത്തിൻ്റെ ഒരു മെമ്പർഷിപ്പ്, ഡൈനിങ് ക്ലബ് മെമ്പർഷിപ്പ് എടുത്തു.
അപ്പോൾ അതിനകത്ത് കുറേ വൗച്ചേഴ്സ് ഉണ്ട്. അതായത് കോംപ്ലിമെൻ്ററി സ്റ്റേ ഉണ്ട്, കോംപ്ലിമെൻ്ററി സെക്കൻഡ് നൈറ്റ് സ്റ്റേ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം താമസിക്കുകയാണെങ്കിൽ ഒരു ദിവസം പൈസ കൊടുത്താൽ മതി. പിന്നെ ഒരു ദിവസം ഫുൾ കോംപ്ലിമെൻ്ററി സ്റ്റേ, പിന്നെ ഒരു സ്യൂട്ട് അപ്ഗ്രേഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ബേസിക് റൂമിൽ നിൽക്കുകയാണെങ്കിൽ സ്യൂട്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു കൂപ്പൺ ഉണ്ട്, അതിനകത്ത് റിഡീം ചെയ്യാം. പിന്നെ കോംപ്ലിമെൻ്ററി കേക്ക് തരും, 2 വൗച്ചേഴ്സ്. പിന്നെ ബൈ 1 ഗെറ്റ് 1 ഡ്രിങ്കിനുണ്ട്. പിന്നെ 40% ഡൈനിങ്. പിന്നെ 2 കൂപ്പൺ ഫോർ ലഞ്ച് ഓർ ഡിന്നറിൻ്റെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ യൂസ് ചെയ്തു. നമ്മളിതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി സ്റ്റേ ഇവിടെ വന്ന് നമ്മളെടുത്തത് കോംപ്ലിമെൻ്ററി സ്റ്റേയുടെ വൗച്ചറും പിന്നെ ഒരു ഡിന്നർ കോംപ്ലിമെൻ്ററി എടുത്തു. പിന്നെ 40% ഡിസ്കൗണ്ട് ഫോർ ലഞ്ച് ഓർ ഡിന്നർ അതും എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വൗച്ചേഴ്സ് യൂസ് ചെയ്താണ് ഇവിടെ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വരാനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ റേറ്റ് അറൗണ്ട് 13,000-14,000 എന്തോ ഉണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. നമുക്ക് ഇവിടെ 3 ദിവസം നിൽക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അത് വേറൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ നോക്കുന്നത്. ബാക്കി ഗോവയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹയാത്ത് എടുത്തത്. കാര്യം ഇനിയിപ്പോൾ അനു വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, റിസോർട്ടെല്ലാം കണ്ടപ്പോൾ പറയുന്നത്, അപ്പോൾ ഇനി നമുക്ക് ഹയാത്ത് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യണമെന്ന്, മെമ്പർഷിപ്പ് കാർഡ് എടുക്കണമെന്ന്. ബിക്കോസ് ജയ്പൂറൊക്കെ നല്ല നല്ല പ്രോപ്പർട്ടി ഉണ്ട് ഗ്രാൻഡ് ഹയാത്തിന്. നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട് ഗ്രാൻഡ് ഹയാത്ത്, കൊച്ചിയുണ്ട് ഹയാത്ത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കാർഡ് വീണ്ടും റിന്യൂ എന്ന് പറയും. എൻ്റെ കാർഡ് ആക്ച്വലി May 17 എക്സ്പയർ ആവും. അപ്പോൾ അതിന് മുന്നേ ഇവിടേക്ക് വരണം. ആക്ച്വലി ഞാൻ കാർഡ് എടുത്തത് തന്നെ ഇങ്ങനെ കോംപ്ലിമെൻ്ററി സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി പോയി നിൽക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് ഗോവയിൽ ഇത് വൺ ഓഫ് ദ ലക്ഷറീസ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഗ്രാൻഡ് ഹയാത്ത് ഗോവ ബാംപോളിം ബീച്ചിലുള്ളത്. അപ്പോൾ ഇറ്റ്സ് വർത്ത് വിസിറ്റിംഗ് ആൻഡ് വർത്ത് സ്റ്റേയിങ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ ഇനി എന്താ പറയുക, ഒരു കോഫി ഇട്ട് കുടിക്കണം. അത് കഴിഞ്ഞ് അനു എഴുന്നേറ്റു. അപ്പോൾ അതും കൂടെ എഴുന്നേറ്റിട്ട് അതിന് പൂൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് റിസോർട്ടൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസോർട്ടിൽ ആദ്യം നോക്കുമ്പോൾ പൂളുണ്ടോയെന്നോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റിസോർട്ട് അത് നമുക്ക് ഇന്ന റിസോർട്ടിൽ പോകാം, പൂളുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഹാത്തിയാന്ന് പറഞ്ഞാൽ അതിന് കളിക്കാനായിട്ട് വലിയ പൂളാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതും ആണെന്നിട്ട് പൂളിലൊക്കെ പോയി വന്ന് കുറച്ച് നേരം പൂളിലൊക്കെ ഒന്ന് കളിച്ചിട്ട് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. ഇവിടെ ആക്ച്വലി ചെക്ക് ഇൻ ടൈം 3 മണിക്കും ചെക്ക് ഔട്ട് ടൈം 12 ആണ്. നമ്മൾ പറഞ്ഞാൽ ഏർലി ചെക്ക് ഇൻ കിട്ടും. അതേപോലെ ചെക്ക് ഔട്ട് നമ്മളിപ്പോൾ 12 എന്നുള്ളൊരു 1 ആവുമെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ എല്ലാത്തിനും അസിസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് വരും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലും ഇന്നലെ റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അവർ ഭയങ്കര പ്ലീസിങ് ആണ്, കിടിലം സർവീസാണ് കേട്ടോ. കാരണം അതിൻ്റെ കൂടെ തന്നെ ഒരാളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും, ഹൗ വാസ് യു സ്റ്റേ, സാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് കിഡ്സുമായിട്ട് വരുമ്പോൾ അവർ ഭയങ്കര സ്പെഷ്യൽ കെയർ ഒക്കെ തന്നെയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിക്കാൻ വേണമെങ്കിൽ പറയാം, പാല് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരുപാട് എക്സ്ട്രാ നല്ല സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് ദ ബെസ്റ്റ് സർവീസാണ്, ഒരു രക്ഷയില്ല. കാരണം അവർക്കറിയാം അത്രയും വലിയൊരു പ്രോപ്പർട്ടിയിൽ നിൽക്കണമെങ്കിൽ അത്രയും നല്ല സർവീസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ സർവീസ് ദ ബെസ്റ്റ് ആണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ്. അതേപോലെ ഇന്നലെ അദ്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മളൊരു കോഫി ഷോപ്പിൽ പോയി ഒരു കേക്ക് മേടിച്ച് കഴിച്ചു. നമ്മൾ പേ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ വാങ്ങിച്ച കേക്കും അവർ തന്ന കേക്കും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാൻ പോയിട്ട് രാത്രി അവിടുത്തെ ഒരു സ്റ്റാഫ് എങ്ങനെയോ അറിഞ്ഞോട്ടെ അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരും ഒരു കേക്ക് കൊണ്ടുവന്നു അവരുടെ സൈഡിൽ നിന്ന്, പിന്നെ ഗിഫ്റ്റ് കൊടുത്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനും വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് ഹയാത്തിൻ്റെ ഒരു ഡൈനിങ് ക്ലബ് മെമ്പർഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോയി സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രോപ്പർട്ടിയിലൊക്കെ പോയി നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിന് മെമ്പർഷിപ്പ് എടുക്കുക. ഇറ്റ്സ് വർത്ത്. അപ്പോൾ അത് അതിന് പറ്റിയൊരു പൂളാണ്. ഇത് കിഡ്സ് പൂളാണ്. ഇത് 2 ഫീറ്റേ ഉള്ളൂ. അപ്പുറത്തത് അഡൽട്ട് പൂള്, അത് അപ്പുറത്ത് അഡൽസിനുള്ളതാണ്. അതൊക്കെ 4 ഫീറ്റാണ്. ഇത് 2 ഫീറ്റ് പൂളാണ് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് വലിയ ഏരിയ കേട്ടോ. ഞാൻ ആദ്യമാണ് ഇത്രയും വലിയ ഏരിയയില്ല കിഡ്സ് പൂള് കാണുന്നത്. ഇത് വലിയ ഏരിയ കേട്ടോ കിഡ്സ് പൂള്, ഭയങ്കര വലിയ ഏരിയ. അഡൽസിനേക്കാളും വലിയ ഏരിയ ആണ് കിഡ്സ് പൂള്. അത് വന്ന് നമുക്കിങ്ങനെ നടക്കാം. കേട്ടോ വലിയൊരു ഏരിയയിലാണ് അവർ കിഡ്സ് പൂൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നോക്കാം ഇത്ര രസമാണ്. ഇതാ കണ്ടോ, ഇതെല്ലാം കിഡ്സ് പൂളിൻ്റെ ഭാഗമാണ്. 2 ഫീറ്റേ ഉള്ളൂ, എൻ്റെ മുട്ടടിയുള്ളൂ കണ്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. നല്ല ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല വലിയ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു ഗോവയിലെ
സ്റ്റേ ഗ്രാൻഡ് ഹയാത്തിൽ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിനി അടുത്ത് പോകുന്നത് കല്ലങ്കോട്ടിൻ്റെ സൈഡിലൊരു പ്രോപ്പർട്ടിയിലേക്കാണ്. പിന്നെ ഗോവയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രാൻഡ് ഹയാത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, please do subscribe and hit the bell icon to notification for next video. This is Trav Cup. Bye. Bye.